നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചില പ്രഖ്യാപനങ്ങൾ അതിപ്പോൾ രാഷ്ട്രീയ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. അതിലേക്ക് കടക്കാം. വിടാതെ രാഹുൽ. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ക്രമക്കേടും അതേ തുടർന്ന് രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനവും ഒക്കെ ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചയായിരിക്കുകയാണ്. അതിലേക്ക് കടക്കാം. രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. വോട്ടുകൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർണാടക കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും പരിശോധന വേണമെന്നാണ് ആവശ്യം. പരാതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. MG മിഥുൻ, രാഹുൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോഴും അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശകലനത്തിൽ വിശ്വസിക്കുകയും ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുകയും ചെയ്താൽ ചട്ടപ്രകാരം സത്യപ്രസ്താവനയോടെ രാഹുലിന് തെളിവ് നൽകാമല്ലോ എന്ന രീതിയിലുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? അനുശ്രീ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇതിൽ തെളിവ് സഹിതം പരാതി നൽകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. പക്ഷേ ഇതുവരെയും പരാതി നൽകിയില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത്. അതിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി കർണാടകയിലെ കോൺഗ്രസ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകി. അതായത് കർണാടകയിലെ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കണം. അവിടെ കോൺഗ്രസ് വിജയിച്ചു കയറിയ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്തുകൊണ്ട് ഈ പരാതിപ്പെടുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നതിനിടയിലായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും ഇതേ രീതിയിലുള്ള പരിശോധന കൃത്യമാകണം. ഒപ്പം തന്നെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ആ ക്രമക്കേട് അത് എങ്ങനെയാണ് ഒരു വോട്ടർ പലയിടങ്ങളിലും വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ മേൽവിലാസങ്ങളില്ലാത്ത വോട്ട് ചെയ്ത ആളുകളുടെ പേരുകൾ അതടക്കമുള്ള രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ള നിർണായക രേഖകൾ, അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നൽകിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലൊരു പരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്മേലുള്ള പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ചില ചോദ്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു. 5ഓളം ചോദ്യങ്ങൾ മറുപടി നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് ഇതുവരെയും ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ആരോപണങ്ങളിൽ എല്ലാം പൂർണ്ണമായും തെറ്റാണ് എന്ന് ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാകണമെന്നാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം നടക്കുന്നു എന്നടക്കമുള്ള വീഡിയോയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഈ ബീഹാറിലെ FIRൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതി നൽകാൻ രാഹുൽ കാത്തിരിക്കുകയാണ് എന്നുള്ള അടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതേ മണ്ഡലത്തിൽ, അതായത് ഈ ആരോപണങ്ങളിൽ നിരയിച്ചു നിന്ന ഈ മഹാദേവപുരം ഉൾപ്പെടുന്ന ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലായിരുന്നു ഇന്നലെ മഹാറാലി സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിലൊക്കെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു BJPക്കെതിരെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തു. മറ്റ് നേതാക്കളും സമാനമായ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്ത് എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് നടത്താൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ തലത്തിലേക്ക് ഒരു പ്രതിഷേധം മാറുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ആലോചനയും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രം നിയമ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ സുപ്രീം കോടതിയെ പല വിഷയങ്ങളും, റഫേൽ അടക്കമുള്ള വിഷയങ്ങളിൽ സമീപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മറുപടികൾ, സുപ്രീം കോടതിയുടെ വിമർശനങ്ങൾ അതെല്ലാം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു നടപടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, വളരെ ഗുരുതരമായ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള
അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അതെല്ലാം തന്നെ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ കരുതുകയും ചെയ്യുന്നതായാലും ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും, ഈ പരാതിയിൽ മേൽ എന്ത് അന്വേഷണം നടത്തും, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമ നടപടികൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മിഥുൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ 11-ാം തീയതി ചേരുന്ന AICC യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് കരുതണം? സ്വാഭാവികമായും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 6 മാസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരുന്നു, ഒപ്പം തന്നെ അതിൻ്റെ പഠനമായിരുന്നു. കാരണം ഒരു കുന്ന് കെട്ടോളം, ഒരു 7 അടിയോളം വരുന്ന രീതിയിലുള്ള ഹാർഡ് കോപ്പിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന് നൽകുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ ഡിജിറ്റൽ രേഖകളൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആ കെട്ടുകൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ പൊക്കത്തിൽ വെച്ചിരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കാണിക്കുകയും ചെയ്തതാണ്. ആ വേളയിലൊക്കെ തന്നെ കൃത്യമായി ഇത് പഠിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷമാണ് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നപ്പോഴും സമാന സാഹചര്യം, ഒപ്പം തന്നെ ഈ ഗുരുതരമായ വീഴ്ച, ഇത് സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ, ഒപ്പം തന്നെ വോട്ട് മോഷണം അടക്കം ഉള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ധരിപ്പിക്കുകയും ചെയ്തു. അവർ പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നൽകുകയും ചെയ്തൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ചയ്ക്ക് വരും. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന മാർച്ച് അത് വളരെ നിർണായകമാണ്. അതിൽ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്കാണ് ഈ മാർച്ച് നടത്തുകയും ചെയ്തത്. അവിടെ വലിയ രീതിയിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളുടെ പ്രവർത്തകരും ഒക്കെ അണിനിരക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ വലിയൊരു മഹാറാലിയായി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയവിധ പ്രതിപക്ഷ പാർട്ടികളുടെയും, അതായത് ആം ആദ്മി ഒഴികെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ പിന്തുണ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പോക്ക് അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. വോട്ട് കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർണാടക കോൺഗ്രസ് പരാതി നൽകിയിരിക്കുകയാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.